നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. ഞാനൊരു ദേശീയപാതയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ടൂ വീലറിലുള്ള ഇരുചക്ര വാഹനത്തിലാണ് യാത്ര. കുറേ ദൂരം പോയപ്പോൾ എൻ്റെ വണ്ടി അതിശക്തമായ വേഗത കൈവരിച്ചു. റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറി ഞാൻ അപകടത്തിൽപ്പെടുമെന്ന് ഞാൻ ഭയന്നു പോയി. കുറേ ദൂരം ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ റോഡ് ബ്ലോക്കായി. മാത്രമല്ല, എനിക്ക് ആ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നതിൽ ഭീതിയും ഉണ്ടായി. കാരണം ഞാൻ അപകടത്തിൽപ്പെടുമോ എന്നുള്ള ഭീതി ഉണ്ടായി. ഞാനങ്ങനെ ഒരു റോഡ് സൈഡിലുള്ള ഒരു കടയിൽ കയറി ബസ് കാത്തു നിൽപ്പായി. ഞാൻ കുറേ നേരം നിന്നിട്ടും ബസ്സുകളൊന്നും വരുന്നില്ല. എൻ്റെ വണ്ടി റോഡ് സൈഡിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ, സർവാഭരണ വിഭൂഷിതയായ കറുത്ത നിറത്തിലുള്ള ഒരു യുവതി എൻ്റെ ഇടതുവശത്തേക്ക് വന്നിട്ട് എൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാനും എന്നെ പലതരത്തിൽ ലൈംഗികപരമായി പ്രകോപിപ്പിക്കുവാനും മോഹിപ്പിക്കുവാനും ശ്രമിച്ചു. എന്നാൽ ആ സ്ത്രീയിൽ നിന്ന് ഞാൻ അകന്നകന്ന് നിൽക്കുകയും ഞാൻ ആ പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് എന്നോട് അവിടെ നിൽക്കുകയായിരുന്ന 2-3 യുവാക്കൾ, അവർ എനിക്ക് തോന്നുന്നു ഈ ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്ന തൊഴിലാളികളാണ്. അവരുടെ സംവിധാനമൊക്കെ കണ്ടിട്ട് അവർ ചോദിച്ചാൽ, എന്താണ് ഇവിടെ നിൽക്കുന്നത്? ടൂ വീലറിന് എന്തെങ്കിലും അപകടങ്ങൾ വല്ലതും പറ്റിയോ, വാഹനം ഓടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ. അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്, ആ വാഹനത്തിൽ പോകുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഭീതി. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴൊന്നും ബസ് വരില്ല കേട്ടോ, കാര്യം റോഡ് ബ്ലോക്ക് കുറച്ചപ്പുറത്ത് വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിച്ചു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഈ റോഡ് യാത്രക്കാർക്ക് വേണ്ടി തുറന്നു, അതുകൊണ്ടാണ് വാഹനങ്ങൾ വരാത്തത് എന്ന് പറഞ്ഞു. ഞാൻ വല്ലാത്ത വിഷമത്തോടി നിന്നു. ഇനി എങ്ങനെ യാത്ര ചെയ്യും? ഞാൻ അവിടെ ആ കടയിൽ നിന്ന്, ആ കട ഉള്ളത് റോഡിന് വടക്ക് വശത്ത് തെക്കോട്ട് അഭിമുഖമായിട്ടാണ് ആ കടയുള്ളത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പടിഞ്ഞാറോട്ട് നടന്നു. പിന്നീട് ഞാൻ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഉള്ള ഒരു റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള ഒരു ഓടിട്ട കടയിലാണ്. ഫ്രണ്ടിലേക്ക് ഒരു പൂമുഖമൊക്കെ ഉണ്ട് കടയ്ക്ക്, ഒരു വരാന്ത പോലുണ്ട്. ഞാൻ അവിടെ നിന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് സന്ധ്യയായി. അതിശക്തമായ കാറും കോളും കൊണ്ടു. പ്രകൃതി ആകെ കലുഷിതമായി. പിന്നെ കാറ്റും അതിശക്തമായ മഴയും പേമാരിയും. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ ആ കടയുടെ മുന്നിലുള്ള വൃക്ഷങ്ങളെല്ലാം ആടി ഒലയുന്നു, അതിശക്തമായ ആടി ഒലയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഈ ദൃശ്യങ്ങൾ, ഈ ഭീകരമായ പ്രകൃതിയിൽ നടക്കുന്ന ഭീകരമായ ദൃശ്യങ്ങൾ ഞാനൊന്ന് പകർത്താൻ നോക്കിയത് എൻ്റെ ഫോൺ ഹാങ്ങായി. മാത്രമല്ല, ആ കടയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ചയും അട്ടഹാസവും കേട്ടു. ഞാൻ വിചാരിച്ചു, ഇനി ഏതെങ്കിലും മരങ്ങളാണോ ഒടിഞ്ഞു വീണ് അപകടത്തിൽ ആരെങ്കിലും സ്ത്രീകൾ മരിക്കുകയാണോ, എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. പെട്ടെന്ന് ഇരുട്ടി. അപ്പോൾ അവിടെ കടയുടെ ഉടമസ്ഥൻ ലൈറ്റൊക്കെ തെളിയിച്ചു കടയുടെ മുന്നിൽ. ഞാൻ പിറന്നോട്ട് ഞാൻ നോക്കി എവിടെ നിന്നാണ് അലർച്ച കിട്ടത്. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണാം, മുടിയെല്ലാം അഴിച്ചിട്ട് ചുമന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആ കടയുടെ പിന്നിലൂടെ തെക്കോട്ട് പോകുന്നു. ഞാനങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇത് ആരാണ്? ഇനി ആ സ്ത്രീയാണോ അലറി വിളിച്ചത്? അവർക്കെന്തെങ്കിലും പക്ഷേ അവർ കണ്ടിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ചുമന്ന വസ്ത്രം എടുത്തുകൊണ്ട് കടയുടെ പിറകിലൂടെ അങ്ങോട്ട് തെക്കോട്ട് സഞ്ചരിച്ച് പോകുവാണ്. ഞാൻ ഭീതിയിലായിപ്പോയി. പെട്ടെന്ന് എൻ്റെ ഇടത് ചെവിയിൽ അശരീരി പോലെ ആ സ്ത്രീ ആരാണെന്ന് പറഞ്ഞു തന്നു. ശർക്കര ദേവി. യഥാർത്ഥത്തിൽ ഇതൊരു സ്വപ്നദർശനമാണ്. 2017 മെയ് 11 പുലർച്ചെ കണ്ട ഒരു സ്വപ്നദർശനമാണെന്ന്. അന്ന് തന്നെ, അടുത്ത പകൽ തന്നെ ഞാൻ ശർക്കര ദേവി എന്ന ടൈറ്റിലോട് കൂടി ഈ സ്വപ്നദർശനം എൻ്റെ ബ്ലോഗിൽ എഴുതിയിടുകയുണ്ടായി. ഇതൊരു സ്വപ്നദർശനമായിരുന്നു. അപ്പോൾ ഈ സ്വപ്നദർശനത്തിൻ്റെ വ്യാഖ്യാനം മറ്റൊരവസരത്തിൽ ഞാൻ ഒരു വീഡിയോയിലൂടെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇത് ഒരു സ്വപ്നദർശനമായിരുന്നു. അപ്പോൾ എത്രയും നേരം എന്നെ സഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭദിനം.